Hi friends, welcome to Minute Academy, my English word. In this year, we are going to study Kerala Reader English. In this text, the chapters are divided into three major units. I will read the titles. First one is Glimpses of Green. The second one, The Trains. The third one is Lots of Value. Okay, then the first module from the first unit, Adventures in Banyan Tree. It's a beautiful short story written by Ruskin Bond. The second one, The Snake and the Ladder, Snake and the Mirror, written by Y.K. Muhammad Bashir. The third one, Lines Written Early Spring. It's a beautiful poem written by William Wordsworth. Today, we are going to study the first lesson from the chapter, from the unit Glimpses of Green. The chapter name is Adventures in Banyan Tree. Before discussing our first chapter, we have to know about who is Ruskin Bond. Okay, Ruskin Bond, born on 19th May 1934. 1934 മെയ് 19 റസ്കിൻ ബോണ്ട് ജനിക്കുന്നത്. ഈസ് ആൻ ഇന്ത്യൻ ഓതർ ഓഫ് ബ്രിട്ടീഷ് ഡിസെന്റ്. ഇംഗ്ലീഷിൽ എഴുതുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള റൈറ്ററായിരുന്നു റസ്കിൻ ബോണ്ട്. ഹിസ് ഫാദർ വാസ് ആൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ് അക്കാഡമി. ഇദ്ദേഹത്തിൻ്റെ പിതാവ് റോയൽ എയർഫോഴ്സ് അക്കാഡമിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഹി റോട്ട് ഹിസ് ഫസ്റ്റ് നോവൽ ദ റൂം ഓൺ ദ റൂഫ് അറ്റ് ദ ഏജ് ഓഫ് 17. വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് റസ്കിൻ ബോണ്ട് തൻ്റെ ആദ്യത്തെ നോവൽ എഴുതുന്നത്. ഇറ്റ് ഗോട്ട് ജോൺ ലെവ്ലിയൻ റൈറ്റ്സ് പ്രൈസ് ഇൻ 1957. 17 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ എഴുതിയ അദ്ദേഹത്തിന് ആദ്യത്തെ നോവലിന് തന്നെ ജോൺ ലെവ്ലിയൻ പ്രൈസ് ആണ് ലഭിക്കുന്നത്. 1957 അദ്ദേഹത്തിന് ജോൺ ലെവ്ലിയൻ റൈറ്റ്സ് പ്രൈസ് ലഭിക്കുന്നത്. ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്ക് വാസ് ദ ആംഗ്രി റിവർ. In 1992, he received the Sahitya Academy Award for his short story collection, Our Trees Still Grow in Tehran. അപ്പം ഇദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ധാരാളം കഥകൾ എഴുതുന്ന ആളായിരുന്നു റസ്കിൻ ബോണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുട്ടികൾക്ക് വേണ്ടി എഴുതിയത് അതിൻ്റെ ഫസ്റ്റ് ബുക്കിൻ്റെ പേരാണ് ദ ആംഗ്രി റിവർ. ആംഗ്രി റിവർ. In 1992, he received സാഹിത്യ അക്കാദമി അവാർഡ്. 1992 ഇദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു. ആ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ്റെ പേരാണ് അവർ ട്രീസ് വിൽ ഗ്രോ ഇൻ ഡെഹ്റാൻ. ഡെഹ്റാൻ മീൻസ് ഡെഹ്റാഡൂൺ. He was awarded the Padma Shri in 1999 for his contribution to the children's literature. അത് കുട്ടികൾക്ക് വേണ്ടി ചെയ്ത കഥകളുടെയൊക്കെ സംഭാവനകൾ അനുസരിച്ച് അദ്ദേഹത്തിന് 1999 പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നു. He got the Lifetime Achievement Award in 2017. മാത്രമല്ല 2017 അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിക്കുന്നുണ്ട്. He now lives with his adopted family in Landore near Mussoorie. മസൂറിക്കടുത്തുള്ള മസൂറിയിലാണ് അദ്ദേഹം ഫാമിലിയോടൊപ്പം താമസിക്കുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാം. Adventures in a Banyan Tree. So the house and grounds of our home in India were grandfather's domain. The magnificent old banyan tree was mine, chiefly because grandfather, at the age of 65, could not longer climb it. Though the house and grounds of our home in India were grandfather's domain. ഇന്ത്യയിലുള്ള തൻ്റെ തറവാടും അവിടുത്തെ സ്ഥലങ്ങളും എല്ലാം മുത്തശ്ശൻ്റെ പേരിലുള്ളതായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആൽമര മാത്രം എൻ്റെ പേരിലാണെന്നാണ് നമ്മുടെ റസ്കിൻ ബോണ്ട് പറയുന്നത്. റസ്കിൻ ബോണ്ടിൻ്റെ കുട്ടിക്കാലത്തെ ജീവിത അനുഭവങ്ങളാണ് ഈ കഥയിലെ ആസ്ഥാനം, ഈ കഥയുടെ ഇതിവൃത്തം. ഈ കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ആൽമരമാണ്. അപ്പോൾ എന്താണ് ഈ ആൽമരം റസ്കിൻ ബോണ്ടിൻ്റെ മാത്രമാണെന്ന് പറയാൻ കാരണം എന്താണ്? At the age of 65, the grandfather did not climb at the banyan tree. 65 വയസ്സുള്ള ഗ്രാൻഡ്ഫാദറിന് ഒരിക്കലും ഈ ആൽമരത്തിൽ വലിഞ്ഞു കയറാൻ സാധിച്ചിരുന്നില്ല. Grandmother used to tease him about this and would speak of the certain Countess of Desmond, an English woman who lived to the age of
117. അപ്പം ഈ ഒരു കാര്യം കാരണം എപ്പോഴും മുത്തശ്ശി എപ്പോഴും കളിയാക്കിക്കൊണ്ടിരുന്നു. അത് ബ്രിട്ടീഷ് പ്രഭുവായിരുന്ന ഡെസ്മണ്ട് കൗണ്ടിനെ ഓർമ്മിച്ചുകൊണ്ടായിരുന്നു. ഏതാണ്ട് 117 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഡെസ്മണ്ട് കൗണ്ടിന് എന്തു പറ്റി എന്ന് നമുക്ക് നോക്കാം. ആൻഡ് വുഡ് നോട്ട് ഹാവ് ലീവ്ഡ് ലോങ്ങർ ഇഫ് ഹാഡിങ് ഫാളൻ ബൈ ക്ലൈംബിംഗ് ആൻ ആപ്പിൾ ട്രീ. ഒരു ആപ്പിൾ മരത്തിൽ കയറുമ്പോഴായിരുന്നു നമ്മുടെ ഈ പ്രഭി അല്ലെങ്കിൽ ഡെസ്മണ്ട് കൗണ്ടി എന്ന് പറയുന്ന ഈ പ്രഭി മരിക്കുന്നത്. 117 വയസ്സായിരുന്നു അപ്പോൾ പ്രായം. ഇത്രയും പ്രായമുള്ള നമ്മുടെ റിസ്കിൻ ബോർഡിന്റെ മുത്തശ്ശന് എങ്ങനെ ഈ ആൽമരത്തിൽ കയറാൻ ഒരിക്കലും സാധിച്ചിരുന്നില്ല അല്ലേ? അപ്പോൾ എപ്പോഴും ഇതൊക്കെ പറഞ്ഞ് മുത്തശ്ശി കളിയാക്കാറുണ്ടായിരുന്നു. നമുക്ക് നോക്കാം, ആൽമരത്തിനെ പറ്റിയാണ് ഇനി വിവരിക്കുന്നത്. The spreading branches of the banyan tree which carved to the ground and took root again, forming a maze arches, gave me endless pleasure. അല്ലേ? അപ്പോൾ ഈ ആൽമരം ഇങ്ങനെ അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ വിടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാഴ്ച വളരെയധികം രസകരമാണ്. നല്ല ഇതാണ് സ്പ്രെഡിങ് ബ്രാഞ്ചസ് banyan tree which carved to the ground took root again, forming a maze of arches, gave the endless pleasure. അപ്പോൾ എല്ലാവർക്കും സന്തോഷപ്രദമായിട്ട് വളരെ തണലൊക്കെ നൽകുന്ന ഒരു ആൽമരം അവിടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിന്നിരുന്നു. The tree was older than the house, older than the grandfather. ഈ മരത്തിന് തൻ്റെ വീടിനേക്കാൾ പ്രായമുണ്ട്. older than grandfather, മുത്തശ്ശനെ റിസ്കിൻ ബോണ്ടിന്റെ മുത്തശ്ശനേക്കാൾ പ്രായമുണ്ട്. as old as the town of Dehra, ഡെഹ്റ പട്ടണത്തേക്കാൾ, ഡെഹ്റ മീൻസ് ഡെറാഡൂൺ പട്ടണത്തേക്കാൾ പ്രായമുണ്ട്. nestling in the valley of the foot of the Himalayas, അത് അവിടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ഇതാണ് ഈ സ്റ്റോറിയുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. All of you understand? Then we can discuss the next paragraph. My first friend and familiar was a small grey squirrel. അപ്പോൾ നമ്മുടെ റിസ്കിൻ ബോണ്ടിന്റെ കുട്ടിക്കാലത്തെ പറ്റിയാണ് ഈ കഥ നടക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഒരു തവിട്ട് നിറമുള്ള ഒരു അണ്ണാനായിരുന്നു. അത് അണ്ണാൻ കുഞ്ഞായിരുന്നു. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. തൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്ന ആദ്യത്തെ ആളെന്ന നിലയിൽ ഈ റിസ്കിൻ ബോണ്ടിനോട് ഈ അണ്ണാൻ കുഞ്ഞ് എങ്ങനെയായിരിക്കാം പ്രതികരിച്ചത് നമുക്ക് നോക്കാം. But when he found that I did not arm myself with a catapult or air gun, became friendlier. പക്ഷെ എല്ലാ കുട്ടികളും സാധാരണ ചെയ്യുന്നത് പോലെ എയർ ഗൺ ഉപയോഗിച്ച് ഈ ആനിമലിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെ കാറ്റാപ്പുൾട്ട് എന്ന് പറഞ്ഞാൽ കവണ, പെറ്റാലി, ഈ പെറ്റാലി ഉപയോഗിച്ച് തന്നെ ഉപദ്രവിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഈ അണ്ണാകുഞ്ഞിന് മനസ്സിലായപ്പോൾ അവൻ നമ്മുടെ റിസ്കിൻ ബോണ്ടുമായിട്ട് കൂടുതൽ അടുത്തു. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. അപ്പോൾ ഈ അണ്ണാൻ കുഞ്ഞ് അടുത്ത് വരുമ്പോൾ ബിസ്ക്കറ്റും കേക്കിൻ്റെ കഷണങ്ങളും പീസ് ഓഫ് കേക്ക് ഇത് കൊടുക്കുമായിരുന്നു നമ്മുടെ റിസ്കിൻ ബോണ്ട്. അങ്ങനെ തൻ്റെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചാൽ പോലും അത് എടുക്കുന്ന ഒരു സൗഹൃദത്തിലേക്ക് അത്രമാത്രം ഇവർ കൂടുതൽ അടുത്തു. റിസ്കിൻ ബോണ്ടും ഈ അണ്ണാൻ കുഞ്ഞും വളരെ സൗഹൃദത്തിലായി. Before long, he was delving into my pockets and helping himself to wherever he could find. അപ്പോൾ അതിൻ്റെ പോക്കറ്റിൽ വരെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് തപ്പാൻ മാത്രം സാധിച്ച് നമ്മുടെ ഈ അണ്ണാൻ കുഞ്ഞിന് റിസ്കിൻ ബോണ്ടിനോട് ഉണ്ടായി. He was very young squirrel. ആ അണ്ണാൻ കുഞ്ഞ് വളരെ കുഞ്ഞായിരുന്നു. ഒരു അണ്ണാൻ കുഞ്ഞായിരുന്നു അത്. And his friends and relatives probably thought him headstrong and foolish for trusting a human. അല്ലേ? അപ്പം ഈ അണ്ണാൻ കുഞ്ഞിൻ്റെ ബന്ധുക്കളും കൂട്ടുകാരുമൊക്കെ വിചാരിച്ചിരുന്നത് എന്താണ്? എന്തായിരിക്കും ഈ റിസ്കിൻ ബോണ്ടിനോട് ഈ കൂട്ടുകൂടാൻ മാത്രം വിഡ്ഢിയാണോ ഈ അണ്ണാൻ കുഞ്ഞ്? അല്ലേ? മനുഷ്യരെന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളോട് എപ്പോഴും പ്രത്യേകിച്ച് ഈ അണ്ണാൻ കുഞ്ഞിനെ എപ്പോഴും ഉപദ്രവിക്കുന്നവരാണ് കുട്ടികൾ. അപ്പോൾ ഇത്രയധികം മനുഷ്യനോട് ചങ്ങാത്തം കൂടാൻ മാത്രം വിഡ്ഢിയാണോ ഈ അണ്ണാൻ കുഞ്ഞ് എന്ന് അവൻ്റെ ഫ്രണ്ട്സും ബന്ധുക്കളും വിചാരിച്ചു എന്ന് റിസ്കിൻ ബോണ്ട് ഈ കഥയിൽ എഴുതുന്നുണ്ട്. ഓക്കെ. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches.
the red-bottomed bulbul, the cheerful and greedy, gossiping rosy pastures and parrots and crows. In the spring, വസന്തകാലമൊക്കെ ആയി അല്ലേ? അപ്പോൾ എന്താണ്, when the banyan tree was full of small red figs, നമ്മുടെ ബനിയൻ ട്രീ നിറച്ച് ചുവന്ന പഴങ്ങളെ കൊണ്ട് നിറഞ്ഞു. ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ദ ബ്രാഞ്ചസ്, പലതരത്തിലുള്ള പക്ഷികൾ അവിടെ ചേക്കേറാൻ തുടങ്ങി. എന്താണ്, പഴങ്ങളൊക്കെ നല്ല മധുരമുള്ള പഴങ്ങളൊക്കെ ഭക്ഷിക്കാൻ വേണ്ടി ധാരാളം പക്ഷികൾ അവിടെ എത്തി. ദ റെഡ് ബോട്ട്, ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. അവര് റെഡ് ബോട്ടം ദ ബുൾബുൾ, നല്ല അടിവശം ചുവന്ന നിറത്തോടു കൂടിയ ബുൾബുളുണ്ട്. ആൻഡ് ചിയർഫുൾ ഗ്രീഡി ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, റോസി പാസ്റ്റർ എന്ന് പറയുന്ന എപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കുന്ന ചില പക്ഷികളുണ്ട്. ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ്, കാക്കയുണ്ട്, തത്തകളുണ്ട്. സ്കാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദി ടൈം, ഇവരെപ്പോഴും ഇങ്ങനെ സ്കാബ്ലിംഗ്, ഇങ്ങനെ ചലച്ചുകൊണ്ടേയിരിക്കും. ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ ദ ബനിയൻ ട്രീ വാസ് ദ നോസിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്, അല്ലേ? അപ്പം എന്താണ്, ഈ ഒരു സീസൺ ആകുമ്പോഴത്തേക്കിനും ഈ ബനിയൻ ട്രീ ഏറ്റവും ശബ്ദമുഖരിതമായ ഒരു പ്രദേശമായിട്ട് ആ സമയത്ത് മാറി. പണ്ട് വളരെ ശാന്തസുന്ദരമായിരുന്ന ഈ ബനിയൻ ട്രീ പരിസരവും ഇപ്പോൾ ഈ സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ വളരെയധികം മുഖരിതമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. അപ്പം പിന്നീട് സമ്മർ സീസണൊക്കെ ആകാറായി. ആ സമയത്ത് ഇദ്ദേഹം നമ്മുടെ റെസ്കിൻ ബോട്ട് അവിടെയുള്ള ആൽമരത്തിൻ്റെ ചെറിയൊരു ഏടുമാടം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം, ഒരു പകുതി ഒരു തട്ടുണ്ടാക്കി അവിടെ അദ്ദേഹം എന്ത് ചെയ്തു? I would often spend the afternoon when it wasn't too hot. വളരെ ചൂടുള്ള സമയത്ത് ഇദ്ദേഹം അവിടെയായിരുന്നു കഴിച്ചിരുന്നത്. I could read there, അവിടെ നിന്ന് അദ്ദേഹം വായിക്കുമായിരുന്നു. Propping myself up against the whole of the tree with the cushions taken from the drawing room. അദ്ദേഹം തൻ്റെ സ്വീകരണ മുറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്ന കുഷ്യൻസ്, തലയണകൾ അവിടെ വെച്ചിട്ട് അദ്ദേഹം അവിടെ ഇരിക്കാറുണ്ടായിരുന്നു, അവിടെ ഇരുന്ന് വായിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം വായിച്ച എന്തൊക്കെ പുസ്തകങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ട്രഷർ ഐലൻഡ്, Huckleberry Finn, The Mowgli Stories, and the novels of Edgar Rice Burroughs and Lucia May Alcott, made up of bad, very mixed reading. അദ്ദേഹത്തിൻ്റെ വായനയെ സമ്പന്നമാക്കിയ പുസ്തകങ്ങളായിരുന്നു ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിന്ന്, ദ മൗഗ്ലി സ്റ്റോറീസ്, ദ നോവൽസ് ഓഫ് എഡ്ഗാർ റൈസ് ബുറൂസ് ആൻഡ് ലൂസിയ മേ ആൽക്കോട്ടിൻ്റെ പുസ്തകങ്ങൾ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വായനയെ സമ്പന്നമാക്കി. When I did not feel like reading, I could not look down through the banyan leaves at the world below. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വായിച്ച് കുറെ കഴിയുമ്പോൾ മടുപ്പ് തോന്നും, അല്ലേ? മടുപ്പ് പോകുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും? ആ ആൽമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ താഴേക്ക് നോക്കും. അപ്പോൾ അദ്ദേഹം അവിടെയുള്ള ലോകം ആസ്വദിച്ചിരുന്നു. അവിടെ എന്തൊക്കെയാണ് അദ്ദേഹം കണ്ട കാഴ്ചകൾ? ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ് ആൻഡ് cook quarreling with the fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden, അല്ലേ? അപ്പോൾ അവിടെ നോക്കിയപ്പോൾ മുത്തശ്ശി തുണികൾ വിരിച്ചിടുന്നതും അവിടുത്തെ അല്ലെങ്കിൽ കുക്കിനോട്, പാചകക്കാരനോട് വഴക്കുണ്ടാക്കുന്നതും ഫ്രൂട്ട് പച്ചക്കറിക്കാരനോട് തർക്കിക്കുന്നതൊക്കെ കാണാം. ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാപ്പി ഇന്ത്യൻ മാരിഗോൾഡ്സ്, ഗ്രാൻഡ് ഫാദർ എന്തായിരിക്കും? മാരിഗോൾഡിനോട് പിറുപിറുത്തുകൊണ്ട് ഇംഗ്ലീഷ് ഗാർഡനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗാർഡൻ. മാരിഗോൾഡ് അവിടെ ഇങ്ങനെ ജമന്തി, അല്ലേ? ഇന്ത്യൻ മാരിഗോൾഡ് ജമന്തി പൂക്കൾ അവിടെയുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ അദ്ദേഹം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ. അപ്പം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ സായാഹ്നങ്ങളും ഇങ്ങനെ അദ്ദേഹം ചിലവഴിച്ചിരുന്നു. പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ സായാഹ്നങ്ങളും കടന്നുപോയി. Exciting happened, okay. But on one particular afternoon, I had enough excitement to last me through the summer. പക്ഷേ ഒരു വേനൽക്കാലത്ത്, ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് എന്തോ ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം അദ്ദേഹത്തിന് അവിടെ ഉണ്ടായി. അതെന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു എവ്രി വൺ.